அடிராங்கி அழகி உன்னை பார்த்த தயங்கி மயங்கி கிறங்கி இத்தனை நாள் பார்க்கலையே சரிதானா கண்ணு மூடி சாஞ்சதென்ன நிஜந்தானா முன்ன பின்ன ஆனதில்லை நான் தானா மூச்சுக்குள்ள நீ தொட்டதென்ன மோனதானா அடிராங்கி അല്ല പപ്പേ, വെയിറ്റ് പപ്പയും മമ്മിയും ഇപ്പോൾ എങ്ങനാ സെറ്റായേ? ആൻഡ് മോർ ഓവർ മമ്മി എന്തിനാ പപ്പേനോട് ഇത്രയും സോറി പറയുന്നേ? അത് അപ്പം നമുക്ക് കുറച്ചധികം വർഷം പിറകിലോട്ട് പോകണം. എന്ന് പറയുമ്പോൾ എത്ര വർഷം? നിൻ്റെ മമ്മിക്ക് ഇപ്പം ഏകദേശം നിൻ്റെ പ്രായമുള്ളപ്പോൾ. യു മീൻ 7 years old? ആ അതന്നെ. എൽസി, പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല. ഈ പ്രാവശ്യം ഡെന്നിച്ചാൻ്റെ റാണി ഞാനാണ്. ഇല്ല, അതിന് എൽസി സമ്മതിക്കാല. പറ്റില്ല. എപ്പോഴും നീ തന്നെയല്ലേ ഡെന്നിച്ചാൻ്റെ റാണിയാവുന്നേ. ഈ പ്രാവശ്യം ഞാനാ. ഓ, നിങ്ങളെല്ലാവരും ഒന്ന് നിർത്ത്. ഈ പ്രാവശ്യം എങ്കിൽ പിന്നെ റയാൻ രാജാവായിക്കോട്ടെ. പറ്റത്തില്ല. ഡെന്നിച്ചായ രാജാവായാൽ മതി. ഈ എൽസിനോട് പോവാൻ പറ. ഡെന്നിച്ചായ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമുക്ക് ഇവരുടെ കൂടെ കളിക്കണ്ട. ഡെന്നിച്ചായ വാ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എനിക്ക് ഇവരുടെ കൂടെ കളിക്കണ്ട. ആ ശരി, പോവാം. നിങ്ങളെന്നാ കൂടിക്കോ, ഞങ്ങൾ പോവാം. അല്ല എൽസി മോളെ, നീ എന്നാത്തിന് അവരുടെ കൂടെ എപ്പോഴും ഈ കാര്യത്തിന് അടി ഉണ്ടാക്കുന്നേ? ഡെന്നിച്ചായ, റാണിയായ രാജാവിനെ കല്യാണം കഴിക്കണ്ടേ? ആ, അവസാനം കഴിക്കുന്നുണ്ടല്ലോ, അതിനിപ്പോൾ എന്നാ? അങ്ങനെ ഇപ്പം ഞാനല്ലാണ്ട് വേറെ ആരും എൻ്റെ ഡെന്നിച്ചായനെ കല്യാണം കഴിക്കണ്ട. ഡെന്നിച്ചായൻ എൽസി മോളുടെയാ, എൽസി മോളുടെ മാത്രം. അല്ലെങ്കിൽ ഈ പൊട്ടൻ ഡെന്നിച്ചായൻ ഒന്നും അറിയാൻ മേല. എൻ്റെ പൊന്നൽസി, നീ ഇതെന്നാത്തിനായി കരയുന്നേ? ഇച്ചായനില്ലാണ്ട് എനിക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ദേ മോളെ എൽസി, 2 വർഷത്തെ കാര്യമുള്ളൂ. നിൻ്റെ ഒരൊറ്റ ആളുടെ വാശിക്കാണ് ഞാൻ +1 +2 ഇവിടെ തന്നെ പഠിച്ചത്. ഈ 2 വർഷം പെട്ടെന്ന് തന്നെ പോടി പെണ്ണേ. എല്ലാ ദിവസവും വൈകിട്ട് തന്നെ കാണാൻ വരുമോന്ന് പറ. വരാടി പെണ്ണേ. നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൽസി, എടി എൽസി, തുറക്ക്. ഇത് ഞാനാ, ഡെന്നി. ഉയ്യോ ചായ, നിങ്ങളെന്താ ഇവിടെ? ചേട്ടായിമാരൊക്കെ ഉണ്ട് ഇവിടെ. ഓ പിന്നെ, നിൻ്റെ ഒരു ചേട്ടായിമാരും. പോവാൻ പറയടി. ഇന്നെന്നാടി ക്ലാസ്സിന് പോവാത്തെ? വൈകിട്ട് എത്ര നേരം വന്ന് അവിടെ നിന്നു എന്നറിയാവോ നിനക്ക്? അത് പിന്നെ ചായ, എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ടാണ് പോവാഞ്ഞേ. ആ, അലാറം അടിച്ചു. ഇനി തന്നെ മോള് ഗുഡ് ഗേളായിട്ട് കിടന്നുറങ്ങാൻ നോക്കിയേ. പപ്പേ, ബാക്കി കൂടി പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല, ഇന്ന് ഇത്രേ ഉള്ളൂ. നീ കിടന്നുറങ്ങാൻ നോക്ക് തന്നെയാ. പപ്പയുടെ മോള് ഗുഡ് ഗേൾ ആയിട്ട് ഇറങ്ങിയ നാളെ സ്കൂളിൽ പോകാനുള്ളതാ. ഇച്ചായ, നിങ്ങളൊന്ന് പോയേ, എനിക്ക് പേടിയാവുന്നു. കൈയും കാലും വിറച്ചിട്ട് മേല. ആ, ഇതിനെ ധൈര്യമില്ലാത്ത നീ എങ്ങനെയാടി എന്നെ കെട്ടുന്നേ? അതൊക്കെ ഞാൻ കെട്ടിക്കോളും, നിങ്ങൾ പോയേ. അങ്ങനെ പോവാനല്ലല്ലോ ഡെന്നി മതിലൊക്കെ ചാടി ഇങ്ങോട്ട് വന്നത്. മോള് തരാനുള്ളതൊക്കെ കറക്റ്റായിട്ടിതാ ഡെന്നി പോവാ. ഡെന്നി ചായ, നിങ്ങൾ പോയേ, എനിക്ക് പനിയാ. മതി, കിട്ടിയല്ലോ, ഇനി പോയേ. ഹാ നിക്കടി, നിനക്കൊരു സാധനം തരാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം? എന്നതാ കാണിക്കുന്നത്? അടങ്ങടി, തന്നിട്ടെ.
എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് ചായ. ഇതെവിടെന്നാ? അമ്മച്ചിയുടെ കൂടെ ജ്വല്ലറി പോയപ്പോൾ കണ്ടതാടി. ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങ് മേടിച്ചു. താങ്ക് യു ഡെന്നി ചായോ. താങ്ക് യു മാത്രമേ ഉള്ളൂ അല്ലേ? ആ, അത് മാത്രമേ ഉള്ളൂ. പൊന്നുമോൻ ചെല്ല്. ഡെന്നി, ആ സണ്ണി വീണ്ടും ഉടക്കാനുള്ള മട്ട. കൂടിപ്പോയാൽ എവിടെ വരെ പോവാനാടാ? നീ ഫോൺ എടുക്ക്. ഇത് കുറേ നേരം ആയല്ലോ അടിക്കാൻ തുടങ്ങിയിട്ട്. അതൊന്നുമില്ലടാ, അവളാ. അതെന്ത്? രണ്ടും കൂടി അടിച്ചു വരും ഞാൻ. അവൾക്ക് കോപ്പിലെ അഹങ്കാരം. എൻ്റെ പൊന്നി കൃഷ്ണ, കോളേജിലെ റോയൽ കിങ്ങാ ഈ പേടിച്ചോടുന്ന. പിന്നെ കോപ്പാന്ന്. ആർക്ക് പേടി? എനിക്കൊന്നും പേടിയില്ല അവളെ. ഉവ്വ, തേങ്ങയാന്ന്. ഡെന്നി, അടുത്ത ബാറ്റിംഗ് നീയോ? കയറ്. ആ, വരുന്നടാ. എടാ ജഗ്ഗു, ഫോണ് നീ വെച്ചോ. അവളെ വിളിച്ചാൽ എടുക്കണ്ട. ആ, ഇതിപ്പോൾ എൻ്റെ നമ്പർ അവിടെ നിന്ന് കിട്ടിയാവോ? ഹലോ എൽസി, പറയടി. നിങ്ങൾ രണ്ടും എവിടാ? പന്ന മോനെ ഡെന്നി, നിനക്ക് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ വയ്യല്ലേ? എൻ്റെ പൊന്നീഷോ, നീ എന്നെ തന്നെ കാത്തേക്കണേ. ഡെന്നി, നിക്ക്. എന്നതാപ്പാ? എന്ന കാര്യം? നിനക്ക് മുംബൈയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ആ, ഓക്കെ അപ്പാ. അവിടെ ആകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് കേട്ടെ. പിന്നെ ഇനി നീ ആ ഫിലിപ്പിൻ്റെ കടയിലേക്ക് പോകണ്ട. അല്ലപ്പാ, മുംബൈയിലേക്ക് പോകുന്നത് വരെ ഞാൻ അവിടെ പണിക്ക് പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നീ ഒരാളുടെ കീഴിൽ പണിയെടുക്കേണ്ട ആളല്ലാത്തതുകൊണ്ട്. നിന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഇങ്ങനൊരു മെക്കാനിക് ഷോപ്പിലിരുന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാപ്പാ, നിങ്ങളുടെ സ്റ്റാറ്റസിനെ ഇപ്പോൾ അത് ബാധിക്കുന്നുണ്ടോ? ആ, ഉണ്ട്. നാട്ടിലെ ചർച്ചാ വിഷയം ഇങ്ങനെയൊന്നും അല്ല. പിന്നെ നാട്ടുകാർ ഒന്ന് പോവാൻ പറപ്പാ. അവർക്ക് നീ താന്തോന്നിയും തെമ്മാടിയൊക്കെയാ. ആയിക്കോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. ഈ ഡെന്നിക്കൊരു കോപ്പുമില്ല. അതുമല്ലാണ്ട് ഈ ഡെന്നി അത്ര നല്ലവനൊന്നുമല്ല. അപ്പോൾ ഇരിക്കട്ടെ. പിന്നെ മുംബൈയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും അപ്പാ. ഡെന്നി, ഡെന്നി, അപ്പം പറഞ്ഞതിൽ എന്നാടാ തെറ്റ്? നിൻ്റെ ഫ്യൂച്ചറിന് ഏറ്റവും നല്ല ജഗ്ഗു നിർത്ത്. ഇത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പ്രശ്നമാവും. നീ മിണ്ടാണ്ടിരിക്കുക. നീ അവൻ്റെ വാ അടപ്പിക്കേണ്ട ഡെന്നി. എന്താ ഫിലിപ്പിച്ചായ, നിങ്ങൾക്ക് ഞാനിവിടെ പണിയെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയോ? എടാ, അങ്ങനല്ല. എൽസി, നിനക്കിനി എന്താ? എനിക്ക് കുറച്ച് സമാധാനം താനീ. സമാധാനം? ഞാനായിരിക്കുമല്ലേ നിന്റെ സമാധാനക്കേട്? ആ, അതേടി കോപ്പേ, നീ തന്നെ എൻ്റെ പ്രശ്നം. ഒന്ന് വെച്ചിട്ട് പോകുമോ നീ? കൂടെ അന്ന് തുടങ്ങിയതാ സമാധാനക്കേട്. നിനക്ക് ഞാനൊരു ശല്യമായിരുന്നെന്ന് മനസ്സിലാക്കി വൈകിപ്പോയിടെ നീ. ഞാൻ പോകുക UK. ആ, പോ. എവിടാന്ന് വെച്ചാ പോ. ഡെന്നി, നീ എന്നാ തന്നെ ആ ദേഷ്യം മൊത്തം ആ കൊച്ചിൻ്റെ മേലെ തീർത്തേ? ജഗ്ഗു, നീ നിന്റെ പണി നോക്കി മിണ്ടാണ്ട് പോയേ. ഡെന്നി, എന്നതാ നിന്റെ ഉദ്ദേശം? എന്നതാപ്പാ നിങ്ങൾക്ക്? ഇങ്ങനെ വെള്ളം അടിച്ച് നടുറോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടില്ല ആരും ഇന്നേ വരെ, ഈ കുരിശിങ്കൽ തറവാട്ടിലെ ആരും. ഓ, സൂപ്പർ. എന്നാൽ പിന്നെ ആ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ. അപ്പൻ്റെ മോൻ ഡെന്നിക്ക്. ഇങ്ങനെ വെള്ളം അടിച്ച് കൂത്താടി നടക്കുന്നവർക്ക് കയറി ഇറങ്ങാനുള്ളതല്ല ഈ കുരിശിങ്കൽ തറവാട്. ഇറങ്ങ്. ആ വണ്ടി അത് നീ ഇനി എടുക്കണ്ട. ഹോ, ആയിക്കോട്ടെ. ദാ പിടിക്ക്. ഹലോ ഡെന്നി. നീയോ? എന്നാടി? നീ എന്നാ ഉദ്ദേശിച്ചാ ഡെന്നി ഈ നടപ്പ്? ഓ, ന്യൂസ് അങ്ങ് അമേരിക്ക വരെ എത്തിയോ? ഡെന്നി, നീ കുടിച്ചിട്ടുണ്ടോ? ആ, ഡെന്നി ഫിറ്റാ. പക്ഷെ നീ പറ മോളെ, ഈ ഡെന്നിക്ക് നല്ല ബോധമുണ്ട്. എല്ലാടി ഒന്നും മിണ്ടാത്തെ. എടി മോളെ എൽസി, അന്ന് എന്താണ്ട ദേഷ്യത്തിൻ്റെ പുറത്തൊക്കെ അടി വിളിച്ച് പറഞ്ഞേ. നീ ചാനോട് ക്ഷമിക്ക്. എൽസി,
സോറി ഡി. നീ അടുത്തുണ്ടായിരുന്ന നിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാണ് ഈ ഡെന്നി. കാരണം അത്രയ്ക്ക് തെറ്റാണ് നിന്നോട് ഞാൻ ഈ വിളിച്ചു പറഞ്ഞത്. എടി മോളെ എൽസി. ഹോ, അവളും വെച്ചു. അല്ലേലും ഈ ഡെന്നി ഒറ്റയ്ക്ക്. ഡാ പന്നപ്പട്ടി, അപ്പം ഞാനാരാടാ? ഓ ശവം, നിന്നോട് ഞാൻ കുപ്പി വാങ്ങാൻ പറഞ്ഞു വിട്ടല്ലേടാ. ആ, ബോധം വന്നു തുടങ്ങിയോ? അത്ഭുതം, മഹാത്ഭുതം. ദാ പിടിക്ക്. നീയാടാ എൻ്റെ ചക്കരമൊത്ത്. ഇങ്ങെടുക്ക്. ഡാ ഡെന്നി, ഇത് അവസാനത്തതാ. ഇനി ഞാൻ മേടിച്ചു തരുകയല്ല. എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നു ഇച്ചായ. എടാ ജഗ്ഗു, നീ എനിക്കൊരു അപകാരം ചെയ്തേ. ഹലോ, എന്നതാടി എൽസി? നീ എന്താടി വിളിച്ചിട്ട് ആളെ കളിയാക്കുവാ? ഹലോ എൽസി. ഇച്ചായ, എനിക്കിതേ കൂടുതൽ പറ്റത്തില്ല. എനിക്ക് നിങ്ങളെ കാണണം. ആ, ഇതിപ്പോൾ കൊള്ളാലോ. നീ ഇവിടെ വീട്ടിലും അല്ലായിരുന്നേ. നിന്റെ മതിൽ ചാടി ഈസിയായി ഞാനിപ്പോൾ എത്തിയാനെ. ഇതിപ്പോൾ ഏതാണ്ടോ നാട്ടിൽ കിടന്ന് കരഞ്ഞു വിളിച്ചെന്നെ കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരാനാടി? എനിക്ക് പറ്റത്തില്ല ഇച്ചായ, ഞാൻ ചത്തു. തൽക്കാലം ചാകാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. നീ നിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്ക്. വന്ന് താഴേക്ക് നോക്കടി. I love you ഇച്ചായ. Love you so much. ഡാ ഡെന്നി, നിനക്ക് ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിനെ തന്നെ വേണം അല്ലടാ? ഡാ എബി, ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്. ഇല്ലേ നീ എന്നാ ചെയ്യൂടാ കോപ്പേ? കൈയെടുക്ക് എബി. ഒന്നുമില്ലേലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അളിയനും ആവേണ്ടതല്ലേ എബി? പിന്നെ വെറും ഒരു മെക്കാനിക്കായ നിനക്ക് ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓ, നിങ്ങളുടെ സമ്മതമൊക്കെ ആർക്ക് വേണമെന്നാ എബി? നിൻ്റെ പെങ്ങൾക്ക് എന്തായാലും 28 കഴിഞ്ഞില്ലേ? സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി എന്തായാലും അവൾക്കുണ്ട്. അവൾക്ക് ഈ ഡെന്നിസിനെ ഇഷ്ടമാണ്, തിരിച്ചെനിക്കും. ഇനി ആരൊക്കെ എന്താ കോപ്പാണെന്ന് വന്ന് പറഞ്ഞാലും ഡെന്നിക്കൊരു ചുക്കുമില്ല. പിന്നെ ഈ മെക്കാനിക്ക് പണി, അവൾക്ക് 3 നേരം തിന്നാനുള്ളത് എന്തായാലും ഈ ഡെന്നി സമ്പാദിക്കുന്നുണ്ട്. അത് മതി. അതുകൊണ്ട് പൊന്നുമോനെ എബി, നീ ചെല്ലാൻ നോക്ക്. വെറുതെ ഈ കടയുടെ മുന്നിൽ നിന്നുള്ള ഷോ ഓഫ് അത് വേണ്ട. നീ ചെല്ല്. ആ ഹലോ എൽസി, പറയടി. ഡെന്നി, എനിക്ക് വീട്ടിൽ കല്യാണാലോചനകൾ വന്നു തുടങ്ങി. ഞാൻ നിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഉവ്വ, തോന്നി. നിന്റെ ഏട്ടൻ്റെ വക ഇവിടെ ഒരു പ്രാസന ഉണ്ടായിരുന്നു. ഡെന്നി, ഇങ്ങനെ പേടിക്കാതടി. ഒന്നുമില്ലേലും അങ്ങേരെൻ്റെ അളിയനല്ലയോ? ഞാൻ മേത്ത് കൈവെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വെച്ചാ കൊല്ലൂടാ നിന്നെ ഞാൻ. എടി മോളെ എൽസി, നിനക്കെങ്ങാനും ഇനിയിപ്പോൾ നിൻ്റെ ഏട്ടന്മാരോടുള്ള സ്നേഹം കൂടി എന്നെങ്ങാനും നീ തേക്കുവോടി? ഡെന്നി, വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, അതല്ല. നിൻ്റെ ഏട്ടന്മാർ കൊണ്ടുവരുന്ന വല്ല പുളിയും കൊമ്പിലെ നസ്രാണിമാരൊക്കെ ഉണ്ട്. നീ എങ്ങാനും തലയും കുത്തി വീഴുവാണേലേ പൊന്നു മോളെ എൽസി, നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുവരും ഞാൻ. നീ എന്തായാലും വെക്ക്. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. ഡി എൽസി, എവിടെ ഇറങ്ങി പോവാടി നീ? ഇച്ചായ, എന്നെ വിട്ടേ, എനിക്ക് പുറത്തു പോകണം. പിന്നെ നീ ഈ വീട്ടുമുറ്റത്ത് നിന്ന് പുറത്തു പോകുന്നെങ്കിൽ പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ. ഡി എൽസി, നീ കേൾക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടി പറയാം. ഈ വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിന്റെ മനസ്സമ്മതമാണ്. ഇച്ചായ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ഡെന്നിയെ ഇഷ്ടമാണ്. ഞാൻ കെട്ടുവാണേൽ അവനെ കെട്ടത്തുള്ളൂ. ഫിലിപ്പ് ചായ, ദേ പിടിക്ക്. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ആ, ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോടാ. അല്ല, ഈ പ്രാവശ്യം നിങ്ങളുടെ കരോള് കാണത്തില്ലയോ? പിന്നെ നമ്മുടെ കരോളില്ലാണ്ട് ഈ നാട്ടിൽ എന്തോ ക്രിസ്മസ് അയച്ചായ. ടാ, നിന്ന് വാചകം അടിക്കാണ്ട് ബാക്കി സാധനങ്ങളും കടുത്ത് വന്ന്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ പൊന്നു ദൈവമേ, ഇയാൾ രാവിലെ തുടങ്ങിയ. എല്ലാ വർഷത്തെ ക്രിസ്മസ് പരിപാടി പോലെ ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടിയും നമ്മൾ അതിഗംഭീരമാക്കും. നമ്മുടെ പാർട്ടി വക പരിപാടികൾ ക്രിസ്മസ് രാത്രി ഉണ്ടാകുന്നതാണ്. ഇങ്ങേരുടെ ഒരു പരിപാടി
ഈ വർഷത്തത് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളൂ വേറെ. ഹോ, ഈ വർഷത്തെ ക്രിസ്മസ് പൊളിക്കും. എടാ ഡെന്നി, സേറേച്ചിയാ വിളിച്ചേ. എന്നതാടാ പ്രശ്നം? എടാ ഒരു മിനിറ്റ്. ഹലോ, എന്നതാടി എൽസി? ഡാഡെന്നി, നമുക്ക് ഒളിച്ചോടാം. എന്നാടി നിനക്ക്? നീ ഇന്ന് രാത്രി എന്നെ വിളിക്കാൻ വേണ്ടി വരണം. ഡി എൽസി, ക്രിസ്മസാ, ഇന്ന് കരോളൊക്കെ ഉള്ളതാ, പറ്റത്തില്ല. ഡെന്നി, ഞാൻ സീരിയസ് ആയിട്ടാ. എടി എൽസി, അതൊന്നും നടക്കുകയില്ല. നമ്മളിതേ കരോള് പോവാൻ നിൽക്കുക. നീ ഇതെന്നാ അറിഞ്ഞിട്ടായി രാത്രി ഓരോന്ന്? ഡാ പന്ന ഡെന്നി, നിനക്ക് നിന്റെ കരോളാണോ വലുത് അതോ ഞാനാണോ വലുത്? ഡാ ഡെന്നി, നീ ഇന്ന് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയില്ലേ? ചേട്ടായിമാർ പറഞ്ഞ ചെക്കനെയും കെട്ടി അങ്ങേരുടെ 5 പിള്ളേരെയും പ്രസവിച്ച് നിന്റെ ഫ്രണ്ടിൽ കൂടി ഞാൻ നടക്കൂടാ. അടിപൊളി. അപ്പം എന്നാ ചെയ്യുമെന്നാ? ഒക്കെ മൊത്തത്തിൽ ഭ്രാന്താക്കുന്നു. ഡാ ഡെന്നി, ഈ നിമിഷത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോ എന്നറിയത്തില്ല. അപ്പം കരോള്, ഞാൻ തീയെ ചവിട്ട് നിൽക്കുമ്പോൾ തന്നെ നിനക്ക് കരോള് വായിക്കണം അല്ലേടാ? എൽസി, ഡെന്നി, നീ എങ്ങനെ അകത്ത് കയറിയ? ഞാൻ ആ കരോളിൻ്റെ കൂടെ വന്നതാടി. എൽസി, നീ എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ അല്ലേ? പിന്നൊരിക്കൽ നിനക്കിത് തോന്നി റിഗ്രഷൻ തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. റിഗ്രഷൻ തോന്നുന്നത് എന്നാത്തിനാ ഡെന്നി? ഞാൻ കൂടെ ഇറങ്ങി വരുന്നത് നല്ല ഉഷിരുള്ള ഒരു ആൺകുട്ടിയുടെ കൂടെയാണ്. ചാകുന്നത് വരെ ഒരു കുറവുമില്ലാണ്ട് നീ എന്നെ നോക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്ക്. അതിൽ കൂടുതലൊന്നും വേണ്ട ഈ എൽസിക്ക്. ബാ പോവാ. ഡാ, നീ ഇതെന്താ കണ്ണും തുറന്നു വെച്ച് കിടന്നുറങ്ങുവാണോ? എന്നതാടി എൽസി, നിനക്ക് നല്ലൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ നിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ജോലി ചെയ്ത് മനുഷ്യൻ്റെ നടു ഓടിയാ ഡെന്നി. എവിടെ നോക്കട്ടെ? എന്ത്? അല്ല, വേണേല്. ഓ, ഒന്നും വേണ്ട. പൊന്നുമോനൊന്ന് നോക്കിയതിൻ്റെയാ ഇപ്പം ഈ അടുത്ത് കിടക്കുന്നത്. മിസ്റ്റർ തെമ്മാടി, നിങ്ങളുടെ ഒരു ദേഷ്യവും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. അല്ലടി, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ചില നേരം ഡെന്നി, ചില നേരം ഡെന്നിസ്, ചില നേരം ഡെന്നിച്ചായ, ചില നേരം തെമ്മാടി. ഇതൊക്കെ എന്നാടി? ആ, അതൊക്കെ പ്രണയത്തിൻ്റെ ഓരോ നവരസങ്ങളാണ്. നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്കും മനുഷ്യ. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് എനിക്ക്. കർത്താവേ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് പ്രേമിക്കുന്ന കാലത്താ ചെക്കന്മാരോട് സ്നേഹം. അത് കഴിഞ്ഞാൽ ഡെന്നി. ഉവ്വ, നിർത്തി. ഹലോ, ഇത് തന്നിയുടെ പാരൻ്റ് അല്ലേ? അതെ. ഒന്ന് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ വരണം കേട്ടോ. എന്തോ മിസ്സേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? വന്നിട്ട് പറയാം. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് സ്കൂളിലേക്ക് വരാൻ നോക്ക്. ആരാടാ ഡെന്നി? നീ ബാ, തനുവിൻ്റെ സ്കൂളിൽ നിന്നാണ് വിളിച്ചത്. ഇന്നിനിയിപ്പോൾ എന്നാണോ? എടാ ഡെന്നി, പണ്ടുള്ളവർ വെറുതെ അല്ലടാ ഓരോ പഴഞ്ചൊല്ലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോടാ ഡെന്നി. നിന്ന് ചലക്കാണ്ട് വന്ന് വണ്ടി എടുക്കടാ. മിസ്റ്റർ ഡെന്നിസ്, നിങ്ങൾ നിങ്ങളുടെ മോളെ മര്യാദയ്ക്ക് വളർത്തണം. മറ്റു കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടാണ് അവൾ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ തുടർന്ന് ഈ സ്കൂളിൽ തന്നെ അവൾക്ക് അവളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാം, ഞാൻ ഈ ആര്യനോട് 2 വട്ടം വാൺ ചെയ്തതാ. നോക്ക് ഡെന്നിസ്, നിങ്ങളിരിക്കവേ തന്നെ അവൾ എന്ത് ഷൗട്ട് ചെയ്താ സംസാരിക്കുന്നതെന്ന്. മാം, ഇത് കുട്ടികൾ തമ്മിലുള്ളൊരു പ്രോബ്ലം ആക്കി സോൾവ് ചെയ്ത് വിടാവുന്നതല്ലേ ഉള്ളൂ. ഡെന്നിസ്, ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം യു ആർ കമ്മിങ് ലൈക്ക് ദിസ്. ഇതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം ഡെന്നിസ്. ഇനി തുടർന്ന് തന്നെയ്ക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റത്തില്ല. അല്ല മിസ്സേ, ഇവിടെ ഇപ്പം എൻ്റെ മകള് ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന തന്യ ഡെന്നിസ് ഗ്രേഡ് 5 പഠിക്കുന്ന ആര്യനെ ഒരു കാരണവും ഇല്ലാണ്ടാണ് ആ ഗ്രൗണ്ടിൽ വെച്ചടിച്ചത്. ഒരു കാരണവും ഇല്ലാന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങൾ കാര്യം എന്നാന്ന് എൻ്റെ കൊച്ചിനോട് തിരക്കിയോ? അത് മോളെ തനു, നീ പുറത്തോട്ടേക്ക്. ഞാൻ നിൻ്റെ മിസ്സിനോടൊന്ന് സംസാരിക്കട്ടെ. എടി പന്ന മോളെ ആൻസി, നിനക്ക് എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ ആയിരിക്കണം.
അല്ലാതെ എൻ്റെ കൊച്ചിൻ്റെ കൂടെ അല്ല. നീ കുറേ കാലം എൻ്റെ പിറകെ നടന്ന് ചെരുപ്പ് തേച്ചതല്ലേ, അതിൻ്റെ ചുരുക്കം നീ ഇപ്പോൾ തീർക്കുന്നെങ്കിൽ അത് വേണ്ട. പിന്നെ നിൻ്റെ ഓഷാനയ്ക്കല്ല ഞാൻ എൻ്റെ കൊച്ചിനെ ഇവിടെ പഠിപ്പിക്കുന്നത്. കൊച്ചിനെ എങ്ങനെ വളർത്തണ്ടെന്ന് നീ എന്നെ പഠിപ്പിച്ച് തരണ്ട, കേട്ടറി. പിന്നെ നീ ഞെളിഞ്ഞിരിക്കുന്ന ചെയറുണ്ടല്ലോ, അതിലധികം നേരം നീ ഇരിക്കുകയില്ല. അത് ഈ ഡെന്നിസാണ് പറയുന്നത്. ഡെന്നി, അവനായിട്ടാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിയത്. എൻ്റെ തിങ്സൊക്കെ താഴോട്ടെടുത്ത് തന്നതുകൊണ്ടാണ് ഞാൻ 1-2 വട്ടം അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതാ പപ്പേ. എൻ്റെ കൊച്ചു ഒരു കാരണവും ഇല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് അപ്പനറിയാടി. ഹലോ, ഇയാളൊന്ന് നിന്നേ. അല്ലടാ, നീ നിൻ്റെ കൊച്ചിനെ ഈ പ്രായത്തിലെ ആൾക്കാരെങ്ങനെ തല്ലിക്കൊല്ലാന്നാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇത് ബേസിക്കായിട്ട് പിള്ളേരറിയേണ്ട സെൽഫ് ഡിഫെൻസാണ്. സെൽഫ് ഡിഫെൻസ്? ഇത് കൊച്ചു തന്നെയാണോ അതോ അല്ല എൻ്റെ കൊച്ചിനെ പറയുന്നതോ പന്നെ? ഡെന്നി നിൽക്ക്, ഇത്രയും നേരം എവിടെ ആയിരുന്നു രണ്ടും? എടി തനു, അബദ്ധത്തിൽ പോലും നടന്നത് പറഞ്ഞേക്കല്ലേ. ഇല്ല, ഞാൻ ഉറങ്ങിയ പോലെ കിടക്കാൻ പപ്പേ. തനു, ദേ വെറുതെ നീ അഭിനയിക്കല്ലേ. ഡെന്നി, നിന്നെ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചത് എന്തിനാ? കൊച്ചിൻ്റെ പ്രശ്നം സോൾവ് ആക്കാൻ. എന്നിട്ട് നീ പോയി എന്നതാ ചെയ്തേ? എടി നീ അത് വിട്, അവൻ കൊച്ചിന് ഓരോന്ന് പറഞ്ഞപ്പോൾ. അപ്പനും മോളും കണക്കാ. ഡെന്നി, നീ മമ്മീൻ്റെ അടുത്ത് പോയി മമ്മീനെ കൂളാക്ക് പോ. പിന്നെ ഇപ്പം ചെന്ന് കയറിക്കൊടുത്താലും മതി. എനിക്ക് ഉറക്കം വരുവാ ഡെന്നി. ബാ, കൊച്ചിൻ്റെ ഡെന്നി ഉറക്കിത്തരാം. എടി എൽസി, ഉറങ്ങിയോടി? ഡെന്നി, നീ എന്നെ തൊടണ്ട, നീങ്ങി കിടക്ക്. ഞാൻ തൊടാണ്ട് വേറെ ആര് തൊടാനടി എൽസി നിന്നെ? ഡെന്നി, ഇത് വിട്ടേ നീ എന്നെ. ഡെന്നി, അവളൊരു പെങ്കൊച്ചാടാ. ഈശോ, ഇതാരായി പറയുന്നേ? പുളിക്കാട്ടിലെ എൽസിയോ? ഡെന്നി, എൻ്റെ പിറകെ നടന്ന എത്ര പേരെയാണീ നീ അടിച്ചു പിടിച്ചും പറഞ്ഞോട്ടെ, എന്നിട്ടാ അവളീ പറയുന്നത്. അതുപോലാണോ ഡെന്നി ഇത്? ആ, അതുപോലെ തന്നെ. നീ മിണ്ടാണ്ട് കിടക്ക്. നമ്മുടെ കൊച്ചിനെ വേണ്ടാതെ പറഞ്ഞിട്ടാടി അവനെടുത്തിട്ട് അലക്കിയത്. അല്ലാതെ ഈ ഡെന്നി ആരുടെയെങ്കിലും മേത്ത് കൈ വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, തോന്നുന്നുണ്ട്. എന്നെ വർത്താനം ഇത്? നിന്റെ കൈ ഇപ്പോൾ വേറെ പല സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പൊന്നുമോൻ മിണ്ടാണ്ട് പോയി കിടക്കാൻ നോക്ക്. പിന്നെ എൻ്റെ കുട്ടികളിലല്ലാതെ വേറെ ആരുടെയെങ്കിലും പോയി പിടിക്കാൻ പറ്റുമോ? ഡെന്നി, മിണ്ടാണ്ട് അടങ്ങി കിടന്നേ നീ. എൻ്റെ അടുക്കെ വന്നെടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. ഡെന്നി, നീ എന്നാടാ അടിച്ചിട്ടുണ്ടോ? മോളെ, ഇച്ചായം പച്ചയാടി.